പലരും വല്ലാതെ പെർഫെക്ഷൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഉണ്ടോ? മനുഷ്യന്മാരൊക്കെ ഇംപെർഫെക്ഷനിലല്ല ഉള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കലാണല്ലോ ഏറ്റവും ഭംഗിയുള്ള കാര്യം. എല്ലാവരും പെർഫെക്ഷൻ തേടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യന് ഈ ലോകത്തില്ല എന്നുള്ളത് അങ്ങനെ ഒരു വാസ്തവം മനുഷ്യൻ മനസ്സിലാക്കണം. പിന്നെ മനുഷ്യൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. പ്രവാചകൻ ഏറ്റവും ഭംഗിയുള്ളതാവണത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭംഗിയുള്ളതാവണത് ഇങ്ങനെ ഇംപെർഫെക്ഷൻ ഉള്ള മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച മനുഷ്യനാണെന്നുള്ളത്. ഇംപെർഫെക്ഷൻ ഉള്ള ഒന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്ന ഉമറിനെ ചേർത്ത് പിടിച്ച, ബിലാലിനെ ചേർത്ത് പിടിച്ച, അല്ലെ സൽമാൻ ഫാരിസി റളിയല്ലാഹു ചേർത്ത് പിടിച്ച, ഇങ്ങനെ ഇംപെർഫെക്ഷനിലുള്ള മനുഷ്യന്മാരെ മുഴുവനും ചേർത്ത് പിടിച്ചിട്ടുള്ള അന്നത്തെ അറബികളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലാണ് അവരുള്ളത്, അവരുടെ പെരുമാറ്റ രീതി എന്തായിരുന്നു. ഇങ്ങനെ പരിപൂർണ്ണം ഒരു വല്ലാത്തൊരു ഇംപെർഫെക്ഷനുള്ള മനുഷ്യരെ മുഴുവനും. അല്ലാതെ പ്രവാചകൻ പറയുകയാണെന്ത്, ഞാനൊരു പ്രവാചകനാണ്, എന്റെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ മതി എന്നാണോ പറഞ്ഞത്? ഇല്ല. ഇംപെർഫെക്ഷനിലുള്ള മനുഷ്യന്മാരെ ആ രൂപത്തിൽ ചേർത്ത് പിടിക്കാൻ തയ്യാറായതിനു ശേഷമാണ് മനുഷ്യന്മാരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. മനുഷ്യന്മാരുടെ ചിന്തയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം സംഭവിക്കുന്നത് ആ ചേർത്ത് പിടിക്കലിന് ശേഷമാണ്. നമ്മൾ സ്വയം പെർഫെക്ഷനിലുണ്ടെന്ന് തെറ്റിദ്ധരിക്കാതെ, മറ്റുള്ള ആൾക്കാരൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം തെറ്റിദ്ധരിക്കാതെ, അവരേത് അവസ്ഥയിലാണോ അവരങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുക. അതൊരു ഭംഗിയുള്ള പാടായിരിക്കും അല്ലേ?